പ്രൈസ് ദി ലോർഡ്. സഭയുടെ സത്യവിശ്വാസം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ നാളുകളിൽ സഭയുടെ കലർപ്പില്ലാത്ത, വെള്ളം ചേർക്കാത്ത വിശ്വാസ പ്രബോധനങ്ങളിലേക്ക്, വിശ്വാസ സത്യങ്ങളിലേക്കുള്ള ഒരു തിരിഞ്ഞു നടത്തത്തിന്റെ ആവശ്യകത, അതിന്റെ പ്രാധാന്യത ചൂണ്ടിക്കാണിക്കുന്ന സത്യവിശ്വാസം എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് ഈ നാളുകളിൽ കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ സഭയുടെ വിവിധ മേഖലകളിൽ ഒരു ആത്മീയ ശോഷണം സംഭവിച്ചിട്ടുണ്ട്. ഒരു ആത്മീയമായിട്ടുള്ള ഒരു മരവിപ്പ് നടന്നിട്ടുണ്ട്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ഇടയിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഒക്കെ ഒരു അതിപ്രസരം അതിന് വളരെയധികം കാരണമായിട്ടുണ്ട്. എന്നാൽ സഭയിൽ നിന്നും അകന്നു നിൽക്കുന്ന, ആരാധനാക്രമത്തിൽ നിന്നും അകന്നു നിൽക്കുന്ന, പരിശുദ്ധ കുർബാനയിൽ നിന്നും കൂദാശകളിൽ നിന്നും അകന്നു നിൽക്കുന്ന യുവജനങ്ങളെ, വിശ്വാസി സമൂഹത്തെ അതിലേക്ക് ആകർഷിക്കേണ്ടത് ലോകത്തിൻ്റെതായ ഗിമിക്കുകൾ കാട്ടിയിട്ടാണോ, അതോ സ്വർഗം ഈ കാലഘട്ടത്തിൽ സഭയ്ക്ക് നൽകിയിട്ടുള്ള ആത്മീയമായിട്ടുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചാണോ? എന്താണ് ഈ ഒരു ആത്മീയ ശോഷണത്തിന്റെ പ്രധാനപ്പെട്ട കാരണം? അതിനെ മറികടക്കാനുള്ള വഴികൾ എന്തൊക്കെയാണ്? സഭയുടെ സത്യവിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആദിമ സഭ കാട്ടിത്തന്ന മാതൃകയിലൂടെ, വിശുദ്ധർ കാട്ടിത്തന്ന മാതൃകയിലൂടെ എങ്ങനെയാണ് ഈ കാലഘട്ടത്തിൽ കർത്താവിനായി, സ്വർഗത്തിനായി ആത്മാക്കളെ കൊയ്തെടുക്കാൻ സാധിക്കുക? ഈ വിഷയങ്ങളാണ് ഇന്ന് സത്യവിശ്വാസം എന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ ഞങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ജോർജി, എന്നോടൊപ്പമുള്ളത് ജോജി. ജോജി, സഭയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ വിശ്വാസപരമായിട്ടുള്ള ഒരു മരവിപ്പ് അല്ലെങ്കിൽ ഒരു മന്ദിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അത് ആത്മീയ ശോഷണം, അത് പല കാലഘട്ടങ്ങളിലും സംഭവിച്ചിട്ടുണ്ട്. ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ പരിശോധിക്കുമ്പോൾ സഭയുടെ ഭൗതികമായിട്ടുള്ള ഒരു സ്ട്രക്ചറിനൊന്നും യാതൊരു കുഴപ്പം സംഭവിക്കുന്നില്ല. ആശുപത്രികളുണ്ട്, സ്കൂളുകളുണ്ട്, അതിലൊരു വർധന, ഒരു സമൃദ്ധി സംഭവിക്കുന്നുണ്ട്. നോക്കുമ്പോൾ സഭ ബാഹ്യമായിട്ട് വളരുന്നു. പക്ഷേ ആന്തരികമായിട്ടുള്ള ഒരു സ്പിരിച്വൽ ഒരു ആത്മീയ മേഖലയിലേക്ക് നോക്കുമ്പോൾ വളരെയധികം ശോഷണം വിശ്വാസികളുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത്, അതായത് ഒരു യൂത്തിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസത്തിന്റെ അനന്യത, ആ ഒരു ബ്യൂട്ടി, അതിനെക്കുറിച്ചുള്ള ഒരു പ്രബോധനം, അതിനെക്കുറിച്ചുള്ള ഒരു അവബോധം അത് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല. മറു സൈഡിൽ ലോകത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ടുള്ള ചെയ്തികളെ കുറിച്ചുള്ള കാര്യങ്ങൾ, ലോകത്തിന്റെ ഇമ്പങ്ങൾ, ലോകത്തിൻ്റെതായിട്ടുള്ള ഈ കലാകാര്യങ്ങൾ, അല്ലെങ്കിൽ അശ്ലീലത നിറഞ്ഞ കലാ സൃഷ്ടികൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, പ്രബോധനങ്ങൾ, അതൊക്കെ വളരെ ഒരു മിഠായി കടലാസിൽ പൊതിഞ്ഞ്, വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് മനോഹരമായിട്ട് അതിന്റെ ഇമ്പങ്ങൾ അത് വളരെയധികം ഇവരിലേക്ക് പമ്പിങ് നടക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൂടെ ആയിക്കോട്ടെ, TV പ്ലാറ്റ്ഫോമുകളിലൂടെ ആയിക്കോട്ടെ, മാധ്യമങ്ങളിലൂടെ ആയിക്കോട്ടെ. പക്ഷെ അതനുസരിച്ചുള്ള ഒരു പമ്പിങ്, അവരുടെ വിശ്വാസ സത്യങ്ങളെ കുറിച്ചുള്ള, അതിന്റെ അനന്യത, അതിന്റെ മനോഹാരിതയെ കുറിച്ചുള്ള ഒരു അവബോധം, പ്രബോധനം, ഇപ്പുറത്ത് നടക്കുന്ന ആ ഒരു പമ്പിങ്ങിന് സമാനമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു പമ്പിങ് വിശ്വാസികളുടെ മനസ്സിലേക്ക് ലഭിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുന്ന ഒരു പമ്പിങ് ആയിരിക്കും, ഇവിടുന്ന് നൽകുന്ന അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളായിരിക്കും ആ വ്യക്തിയുടെ മനസ്സിനെ കൂടുതലായിട്ടും സ്വാധീനിക്കുന്നത്. അവിടെയാണ് ജോജി സൂചിപ്പിച്ച ഒരു പ്രശ്നം ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്. സഭയായിക്കോട്ടെ, സഭാധികാരികളായിക്കോട്ടെ, പുരോഹിതരായിക്കോട്ടെ, അൽമായരായിക്കോട്ടെ, ആരായിക്കോട്ടെ, അവർ ഫേസ് ചെയ്യുന്നത് ഈ വിശ്വാസികളെ എങ്ങനെ ഈ സഭയിലേക്ക്, ഈ പരിശുദ്ധ കുർബാനയിലേക്ക്, ദേവാലയത്തിലേക്ക് എങ്ങനെ കൂടുതൽ ആകർഷിക്കാം എന്നതിനെ പറ്റിയുള്ള ചിന്തകളും ചർച്ചകളുമാണ് നടക്കുന്നത്. ആ ആകർഷിക്കാൻ വേണ്ടി പലരും ഉപയോഗിക്കുന്ന പല മാർഗങ്ങളും ഗുണത്തെക്കാളേറെ പലപ്പോഴും ദോഷമാണ് ചെയ്യുന്നത് എന്ന് വളരെ ഒരു വ്യസനത്തോടു കൂടി തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലെ? ഇവിടെ ജോർജ് പറഞ്ഞ കാര്യത്തോട് ഞാൻ മറ്റൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും ഒരു വിശ്വാസിയായ ഒരു യൂത്ത്
യുവജനങ്ങൾ അവർ സമൂഹത്തിലായിരിക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ വിശ്വാസത്തിന് തികച്ചും പ്രതികൂലമായ കാര്യങ്ങളാണ് കൂടുതലായിട്ടും സംഭവിക്കുന്നത്, ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ കേൾക്കുന്നത്, കാണുന്നതല്ല. അപ്പൊ അവർക്ക് എന്ത് തോന്നുകയാണ്, തങ്ങളുടെ ഈ വിശ്വാസം എന്തോ ഒരു കുഴപ്പമുണ്ട്. അവരൊരു മനസ്സിലാണ് ജോർജ്, അവരൊരു ശരിക്കൊരു സ്ട്രഗിളിലാണ് അവർ. അപകർഷത, അതാണ് പ്രശ്നം. അത് തങ്ങളുടെ കൂടെ നിൽക്കാൻ ആരുമില്ല, തങ്ങളുടെ വിശ്വാസം ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ തങ്ങൾ ആരോടും ചേർന്ന് പോകുന്നില്ല, തങ്ങളുടെ ആർക്കും ചേർക്കാൻ പറ്റില്ല. അത്തരത്തിലുള്ള ഒരു വിശ്വാസ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു സ്പിരിച്വൽ അവസ്ഥയാണ് തങ്ങളുടെ. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ സംശയങ്ങൾ വരുന്നുണ്ട്. ഒരു വലിയ ഭാരത്തോട് കടന്നു. അവിടെയാണ് നമ്മൾ ശരിക്കും എന്താ പറയുക അവർക്ക് നല്ല ക്ലാരിറ്റി കൊടുത്തുകൊണ്ട്, അവർക്ക് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് അവരോട് ചേർന്ന് നിൽക്കേണ്ടത്. അവിടെയാണ് ഈ ചോദ്യത്തിന് പ്രസക്തി വരുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് ഇന്നത്തെ ഞാൻ പറയുകയാണ് ഇന്നത്തെ നമ്മുടെ സഭാ സമൂഹം അങ്ങനെയുള്ള അല്ലെ ഒരു വലിയൊരു സ്ട്രഗിളാണ്. അപ്പം നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ അവലംബിക്കുന്ന രീതിയിലുള്ള നമ്മൾ കുറ്റപ്പെടുത്തി പറയുന്നതല്ല, മറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. പലപ്പോഴും ഈ യുവജനങ്ങളെ അവരുടെ വിശ്വാസസംബന്ധമായ കൗതാശികമായ ആ ഒരു കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു കാണിക്കുന്ന എന്താ പറയുക ആ ഒരു ഇനിഷ്യൽ സ്റ്റെപ്പുകൾ ചിലപ്പോഴൊക്കെ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട്. ഞാൻ പറയുകയാണ് ചിലരെ പാട്ടുകൾ, ചില DJ-കൾ ഇങ്ങനെയുള്ള അത് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിയുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ പലപ്പോഴും അവരുടെ വിശ്വാസത്തിന്റെ ആ ഒരു പ്രൈമറി അവർക്കുള്ള വിശ്വാസം തന്നെ അവരെ അകറ്റുന്ന രീതിയിലുള്ള വലിയൊരു അതിന്റെ പുറകിലുള്ള വലിയൊരു ആത്മീയ വശമുണ്ടത്. അപ്പം ആ ഒരു രീതിയിലുള്ള സത്യം അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള വശം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് വളരെ ഗുണത്തെക്കാൾ ഉറപ്പായിട്ട് ദോഷം ചെയ്യും. പിന്നീട് നമുക്ക് അവരെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വളരെ പ്രയാസമായി മാറുകയും ചെയ്യും. അത് കറക്റ്റാണ്. നമ്മൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു പോയിന്റ് കൂടി ചർച്ച ചെയ്യാൻ തോന്നുന്നു. നമ്മൾ സഭയുടെ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമ്മുടെ ആദിമസഭ, നമ്മുടെ ശിഷ്യന്മാര്, നമ്മുടെ വിശുദ്ധര്, സഭാപിതാക്കന്മാരൊക്കെ എങ്ങനെയാണ് വിശ്വാസികളെ സഭയിലേക്ക് ആകർഷിച്ചത്, പരിശുദ്ധ കുർബാനയിലേക്ക് ആകർഷിച്ചത്, ദേവാലയത്തിലേക്ക് ആകർഷിച്ചത്? ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണുന്ന ഈ സിനിമ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലോകത്തിൻ്റെതായിട്ടുള്ള ഇമ്പങ്ങൾ അതിന് തത്തുല്യമായിട്ടുള്ള കാര്യങ്ങൾ അന്നും ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ ഒരു ഡിജിറ്റൽ വേൾഡ് ആയിരുന്നില്ല എന്ന് മാത്രം. ഏറ്റവും ആദ്യത്തെ ഒരു ഉദാഹരണം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പെന്തക്കോസ്ത തിരുനാളിന് ശേഷം സംഭവിച്ച ഒരു 3000-ഓളം പേരുടെ ഒരു മാനസാന്തരം. അവിടെ നടന്നത് എന്താണ്? പ്രാർത്ഥനയിലൂടെ ശക്തി സ്വീകരിച്ച് ആത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് സഭയുടെ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ്ലീഹ നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അവിടെ വന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അന്ന് അവിടെ ഡാൻസോ പാട്ടോ ഒന്നും നടന്നില്ല. ഒരൊറ്റ ഒരു പ്രസംഗത്തിലൂടെയാണ് 3000-ഓളം പേർ അന്ന് അവിടെ മാനസാന്തരപ്പെട്ടത്. പലരും ഹൃദയം നുറുങ്ങി പശ്ചാത്തപിക്കാൻ വരെ കാരണമായത് ആ ഒരൊറ്റ പ്രസംഗം. ആ പ്രസംഗത്തിന്റെ ഒരു വാക്കുകൾ കൊണ്ടുള്ള ഒരു ചടുലതയോ ഒന്നുമല്ല അവരെ ആകർഷിച്ചത്. അവരാ പ്രാർത്ഥനയിലൂടെ ശിഷ്യന്മാർ സ്വീകരിച്ച പരിശുദ്ധാത്മ അഭിഷേകം, അതാണ് അവിടെ എടുത്തു പറയേണ്ടത്. അവിടെ അവരെ പാട്ട് നടത്തിയോ ഡാൻസ് നടത്തിയോ അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിട്ട് തമാശകൾ പറഞ്ഞതായിട്ടോ ഒന്നും നമുക്ക് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വായിക്കാൻ സാധിക്കുന്നില്ല. ആദിമസഭയിലെ ഏറ്റവും ആദ്യത്തെ ഒരു ഉദാഹരണമായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയില്ലേ, നമ്മള് ആഴ്ചയിലെ വിയാനി പുണ്യാളന്റെ ഒരു ജീവചരിത്രം അല്ലെ? അത് വളരെയേറെ ഇൻസ്പയറിംഗ് അല്ലേ ജോർജി? അത് നമ്മൾ മനസ്സിലാക്കണം. ശരി, ഞാൻ അതൊന്നും അടിയോരായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും പെന്തക്കോസ്ത നാളില് അവിടെ കടന്നു വന്ന ആ ഒരു ജനത്തിന്റെ മേലെ ചൊരിയപ്പെട്ട പരിശുദ്ധാത്മ അഭിഷേകം, അപ്പസ്തലന്മാരുടെ പകരപ്പെട്ട ആ ഒരു ദൈവജനത്തിന്റെ ശക്തി, ഇതൊക്കെ ആ ഒരു സമൂഹത്തെ ചേർത്ത് നിർത്താൻ കാരണമായി. അപ്പോൾ വേണേ ഇപ്പോഴത്തെ ആൾക്കാർക്ക് വേണമെങ്കിൽ പറയാം അതൊക്കെ കാലഹരണപ്പെട്ടത് പണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു പണ്ടാണെങ്കിലും അത് ഇന്നാണെങ്കിലും ഈ പരിശുദ്ധാത്മ ശക്തി യാതൊരു കുറവുമില്ല. ഇന്നും പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളെ, വിശ്വാസികളെ സഭയിലേക്ക്, സഭാത്മകമായ കാര്യങ്ങളിലേക്ക്, കൂദാശകളിലേക്ക്, ആത്മീയതയിലേക്ക് അടുപ്പിക്കാനുള്ള പുതിയ പുതിയ പരിശുദ്ധാത്മ ടെക്നിക്കുകൾ പകർന്നു കൊടുക്കും. ഞാൻ പറഞ്ഞിരിക്കുന്നത് അത് മാനുഷിക ടെക്നിക്കുകളല്ല, അത് ലോകത്തിന് നമ്മൾ ഒരിക്കലും അനുകൂലമായിക്കൊണ്ടല്ല, മറിച്ച് പരിശുദ്ധാത്മ തരുന്ന പല പല ടെക്നിക്കുകളുണ്ട്. നമുക്ക് പറയാൻ പറ്റും പല ഈ യൂത്ത് മീറ്റിലൊക്കെ, ഈ വേൾഡ് യൂത്ത് മീറ്റിലൊക്കെ അവരെത്ര ഭംഗിയായിട്ടാണ് ഇത് കമ്പയർ ചെയ്യുന്നത്. ഞാൻ പലപ്പോഴും പരിശുദ്ധാത്മാരുടെ പ്രസംഗം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രോഗ്രാമിന്റെ ആ പല രീതിയിലുള്ള ഈവൻസ് കണ്ടിട്ടുണ്ട്. അതൊക്കെ തികച്ചും പരിശ്രമമായ പ്രേരിതമാണ്. നടത്തുന്ന മനോഹരമായിട്ടുള്ള ഡിവോഷണൽ മ്യൂസിക് ബാൻഡുകൾ, റെക്സ് ബാൻഡ് പോലുള്ള ഹിൽ സോങ്സിന്റെ ഒക്കെ ഒരു മ്യൂസിക് ബാൻഡ്, അവിടെയൊക്കെ ഒരു അടിപൊളിയുണ്ട്, അടിച്ചുപൊളിയുണ്ട്. അത് ആത്മീയമായിട്ടുള്ള അടിച്ചുപൊളി, പക്ഷെ അവിടെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടിയുണ്ട്. അതാ ഞാൻ പറഞ്ഞു. അപ്പൊ ശരിക്കും നമ്മൾ എന്നാ പറയാ, ഈ പരിശുദ്ധാത്മാവിനോട് ഒരു ആലോചന, പരിശുദ്ധാത്മാവോട് ചേർന്നുള്ള ഒരു ഒന്നിപ്പ്, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വരം ശ്രവിക്കൽ, ഇതൊക്കെ വളരെ ഇന്നും അന്നും എന്നും എല്ലാ കാലഘട്ടത്തിലും വളരെ പ്രധാനപ്പെട്ട. ജോർജ് അതുപോലെ പറഞ്ഞാൽ ഈ ആഴ്ചയിൽ വ്യാനി പുണ്യാളൻ കടന്നു ചെല്ലുമ്പോൾ ജോർജ് കറിയാൽ ആ ഒരു ഇടവേടെ അവസ്ഥ എന്താ? മുഴുവൻ എല്ലാവരും പാവാവസ്ഥയിൽ, താന്തോണികൾ, പള്ളിവരവില്ല, കൂതാശയില്ല, വൈദികർക്കെതിരെ, സഭയ്ക്കെതിരെ. പക്ഷെ വ്യാനി പുണ്യാളന് എടുത്ത് ഒരു
അന്നത്തെ കാലത്തെ ആ കാലഘട്ടങ്ങളിൽ ഒരു ടെക്നിക്കും എടുത്തില്ല, മറിച്ച് വിയാനി പുണ്യാളൻ ഈശോയുടെ മുന്നിൽ മുട്ടുകുത്തി ശക്തനായി പരിത്യാഗം കൊടുത്തു, പ്രാർത്ഥിച്ചു. ജനം മെല്ലെ മെല്ലെ വന്നു. അതിന് എന്തു പറഞ്ഞാലും, ഇനി എത്ര കാലഘട്ടപ്പെട്ട പറഞ്ഞാലും ഇന്നും അതിന് വലിയ പ്രസക്തിയുണ്ട്. ജോർജി, എനിക്ക് പല പല ഇടവകയിലെ വൈദികരുടെ കാര്യം അറിയാം. ചില ഇടവകളിൽ ആത്മീയമായി വളരെ ശുഷ്കിച്ച്, പലവിധ കാരണങ്ങളെ ശുഷ്കിച്ച്, ജനങ്ങൾ കൗതാശികമായി ഒക്കെ വളരെ വളരെ മോശമായ അവസ്ഥയിൽ പോകുന്നു. വിശ്വാസമില്ല, പള്ളി വരവില്ല, പള്ളിയായിട്ട് ബന്ധമില്ല. ആ അവസ്ഥയിലൊക്കെ അങ്ങനെയുള്ള ചില വൈദികർ ധൈര്യപൂർവ്വം അവർ വിശുദ്ധ കുർബാന വെച്ച് പ്രാർത്ഥന ആരംഭിച്ചു. ആദ്യം കുറച്ച് പേര് വന്നു, പിന്നെ ആളുകൾ കൂടി, പിന്നെ പ്രാർത്ഥന കൂടി. ഈ ദിവികാരൻ ആരാണെന്നുണ്ടെങ്കിൽ ഈശോയുള്ള പ്രാർത്ഥന കൂടുന്നതനുസരിച്ച് ആ ഇടവകയിൽ മുഴുവൻ ആത്മീയമായ ഒരു വലിയൊരു റലം, അതെ, ആ ഒരു സാന്നിധ്യം, ആ ഒരു തലം വളരെ പ്രധാനപ്പെട്ടതല്ലേ. ജോജി പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സാത്താൻ ആദ്യം കൊണ്ടിട്ട ഒരു നുണയുണ്ട്. അതായത് ഈ പ്രാർത്ഥന, ഈ ഒരു പരിത്യാഗം, അത് കാലഹരണപ്പെട്ടതാണ്. ഇന്നത്തെ യൂത്തിനെ ഒന്നും ആകർഷിക്കാൻ പറ്റില്ല. അത് പണ്ടത്തെ കാലമല്ല. ഇന്നത്തെ യൂത്തിനെ ആകർഷിക്കണമെങ്കിൽ മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ് വേണം. അത് വളരെ അത്യന്താപേക്ഷിതം. പക്ഷെ അതിനകത്ത് പരിശുദ്ധാത്മാവ് കൂടി വേണം. ഇത് സംഭവിക്കുന്നത് മോഡേൺ ടെക്നിക്സ് ഉപയോഗിക്കും, അതിനകത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടാവില്ല. ഇത്തരം കാര്യങ്ങൾ കാലഹരണപ്പെട്ടു എന്ന ചിന്ത തന്നെ ഏറ്റവും വലിയൊരു അപകടകരമായിട്ടുള്ള കാര്യമാണ്. പരിത്യാഗത്തിന് ശക്തിയുണ്ട്, അന്നത്തെ പോലെ ഇന്നും ശക്തിയുണ്ട്. ദിവികാരൻ എഴുന്നള്ളിച്ചു വെച്ചുള്ള ആരാധനയ്ക്ക് ശക്തിയുണ്ട്, ജപമാലയ്ക്ക് ശക്തിയുണ്ട്. ഒരു പുരോഹിതൻ, ആ ഇടവകയുടെ ഒരു അവസ്ഥ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരൊറ്റ യൂത്ത് പോലും പള്ളി വരാത്ത ഒരു സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ ഒരു വൈദികൻ ദിവികാരന്റെ സന്നിധിയിൽ മുട്ടുകുത്തി കൈവിരിച്ച് പരിത്യാഗത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ വൈദികൻ അവിടുന്ന് സ്ഥലം മാറി പോകുന്നതിന് മുമ്പ് തന്നെ ആ ഇടവകയിൽ അത്ഭുതം സംഭവിക്കും. നിരവധി വൈദികർക്ക് അത്തരത്തിലുള്ള അനുഭവം പങ്കുവയ്ക്കാനുണ്ട്. അതെ, ഞാൻ പറഞ്ഞു, ഈ സഭയുടെ ആരംഭത്തിൽ സിയോനയുടെ ആ ഒരു മാളികയിൽ അടിച്ചു കയറിയ പരിശുദ്ധാത്മ കാറ്റ്, ശരിക്കും അത് ആ കാറ്റ് ഇന്നും അടിക്കുന്നുണ്ട്. ശരിക്കും നമ്മൾ ആ കാറ്റ് വീശാൻ, ഞാൻ ആ പരിശുദ്ധാത്മ കാറ്റ് വീശാൻ, അത് യുവജനങ്ങളിലായിക്കോട്ടെ, കുട്ടികളിലായിക്കോട്ടെ, മാതാപിതാക്കളിലായിക്കോട്ടെ, ആരിലും ആയിക്കോട്ടെ, എത്രമാത്രം വിശ്വാസ വൃത്തിയിലായിക്കോട്ടെ, ആ കാറ്റടിക്കാന് ഒന്നടങ്കം ഒരു ഇടവാസം മുതലെ വൈദികനും ഇടവാങ്ങളും എല്ലാവരുടെ ഒന്നടങ്കം പ്രാർത്ഥിച്ചാൽ ഉറപ്പായിട്ട് അവിടെ അത്ഭുതം സംഭവിക്കും. അപ്പൊ അങ്ങനെ വിശ്വാസികളെ ആ ഒരു മേഖലയിൽ കൊണ്ടുവരാനുള്ള ഒരു വലിയ പരിശ്രമമാണ് ഓരോ അജപാലനം നടത്തുന്നത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ മറ്റൊരു ഒരു അവസ്ഥ പറയുകയാണെങ്കിൽ, ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ പലപ്പോഴും ഈ മറ്റുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചല്ലോ, ഞാൻ പറയാൻ പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, മറ്റുള്ള പല രീതിയിലുള്ള പ്രോഗ്രാംസ് ആയിക്കോട്ടെ, DJ ആയിക്കോട്ടെ, അത് ഉപയോഗിക്കുമ്പോൾ നമ്മളൊരു ആത്മീയമായിട്ട് നല്ല അറിവും വിവേചനവും ഇല്ലെങ്കിൽ, നമുക്കറിയാം ഇന്നത്തെ കാലത്തെ സാത്താനിക സംഘടനകൾ, അത് ഇലുമിനാറ്റി ആയിക്കോട്ടെ, ബ്ലാക്ക് മാസർ ആയിക്കോട്ടെ, ഫ്രീമേസൺ ആയിക്കോട്ടെ, അപ്പൊ ഇവയെക്കുറിച്ചൊക്കെയുള്ള ഒരു നല്ല ശരിയായ അവബോധവും അറിവും ഇല്ലെങ്കിൽ പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ കാലത്തെ സാഹിത്യവും സിനിമയും കലയും പല രീതിയിലുള്ള പ്രോഗ്രാംസ് എല്ലാം ഇവരുടെ കൺട്രോളിലാണ് ശരിക്കും പോകുന്നത്. അല്ലെങ്കിൽ എന്നാ പറയുക, ഇവരാണ് അതിന്റെ ഫുൾ നിയന്ത്രണം നടത്തുന്നത്. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥകളിലേക്ക് നമ്മൾ തിരിച്ചറിയാതെ കുട്ടികളിലേക്ക് ഇത്തരം കാര്യങ്ങൾ കടത്തിവിട്ടാൽ കുട്ടികൾക്ക് നമുക്ക് ഉപകാരത്തിനേക്കാൾ ഒരുപാട് നമ്മൾ ഉപദ്രവം ചെയ്യുന്ന അവസ്ഥയായി. ഞാൻ വേറെ പറഞ്ഞില്ലെന്ന് വെച്ചാൽ, നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ അവരിലുള്ള വേൾഡിലി ആയിട്ടുള്ള ആ ഒരു എലമെന്റ്സ് അറ്റാച്ച്മെന്റ്, അവരുടെ ഫ്ലഷ്ലി എലമെന്റ്സ് അറ്റാച്ച്മെന്റ്സ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളോട് നമ്മൾ അവരെ കർത്താവിലേക്ക് അടുപ്പിക്കാൻ നോക്കിയാൽ അവരിൽ അത്തരം എലമെന്റ്സ് കൂടുതൽ ചെയ്യുന്നത് പിന്നീട് വലിയ പ്രയാസമാണ്. അത് കറക്റ്റാണ്. അതായത് ഇത് ശരിക്കും നമ്മളറിയാം, ഈ ദേവാലയത്തിലെ അൽത്താരയിൽ സക്രാരിക്കുള്ളിൽ ഇരിക്കുന്ന ഈ പ്രപഞ്ചത്തിനെ സൃഷ്ടിച്ച കർത്താവാണ്, രാജാതിരാജനാണ്, രാജാക്കന്മാരുടെ രാജാവാണ്. ആ രാജാക്കന്മാരുടെ രാജാവിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഈ DJ അല്ലെങ്കിൽ ഈ സിനിമാ പാട്ടും ഒക്കെ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർത്താവിനെ അപമാനിക്കുന്നതിന് തുല്യമാണ്, കർത്താവിന്റെ വില കുറച്ച് കാണിക്കുന്നതിന് തുല്യമാണ്. അതൊന്നും ഉദാഹരണം എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. അതായത് നമ്മൾ സൂര്യൻ പകല് ഈ വളരെ ശോഭിച്ച് ഇങ്ങനെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സൂര്യനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൊബൈലിലെ ഈ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ട് ഇതാണ് സൂര്യൻ എന്ന് പറഞ്ഞ് സൂര്യൻ അടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവിടെ പലപ്പോഴും പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലർക്കും പറ്റുന്ന ഒരു അബദ്ധം. ചിലപ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം നല്ലതായിരിക്കാം, പക്ഷെ ചില അബദ്ധങ്ങൾ പറ്റുന്നുണ്ട്. മറ്റൊരു പ്രധാനം, നമ്മൾ ഈ പലപ്പോഴും സിനിമകളിലും അല്ലെങ്കിൽ നമ്മൾ മാധ്യമങ്ങളിലും ഒക്കെ വായിക്കുന്ന രസകരമായിട്ടുള്ള കാര്യമാണ്, ഇപ്പൊ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ ഒരു ജാഥയിലൊക്കെ ഇപ്പം ഒറിജിനൽ ആയിട്ടുള്ള പാർട്ടി പ്രവർത്തകർ, പാർട്ടിക്ക് വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ പങ്കെടുക്കുന്നുണ്ട്, പാർട്ടിയുടെ സ്നേഹമുള്ളവർ. പക്ഷെ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഈ എന്താ പറയുക, ഈ കള്ളും പൈസയും ഒക്കെ കൊടുത്ത് അവരെ അന്നത്തെ ഒരു റാലിയിൽ പങ്കെടുക്കുന്നു. അന്നത്തെ റാലിയിൽ അവർ ഭയങ്കരമായിട്ട് ജയ് വിളിക്കും, എല്ലാം ഉഷാറായിട്ട് നിൽക്കും. പക്ഷെ അവർക്ക് പാർട്ടിയുടെ യാതൊരു കമ്മിറ്റ്മെന്റോ ഒന്നും ഉണ്ടാവത്തില്ല. പിറ്റേ ദിവസം ഏത് പാർട്ടി എന്ത് മുദ്രാവാക്യം. അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു DJ നടത്തി അല്ലെങ്കിൽ എന്താ പറയുക, ഒരു വൈദികൻ ഒരു സിനിമ സ്റ്റൈലിൽ ഒരു ഡാൻസ് കളിച്ച് ആ ദിവസം ചിലപ്പം യൂത്തിനെ ദേവാലയത്തിലേക്ക് ആകർഷിച്ചെന്നിരിക്കും. പക്ഷെ നമ്മള് ആത്യന്തികമായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത് ആ വൈദികൻ അവിടെ നിന്ന് മാറിയാലും ആ യൂത്ത് ഒരിക്കലും അൾത്താര വിട്ടു പോകരുത്, ആ ഒരു ഇടവക വിട്ടു പോകരുത്. ഈ വൈദികനിലേക്ക് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്, ആ അച്ഛൻ ഭയങ്കര വൈബാണ്, ഭയങ്കര
എനർജിയാണ്. അച്ഛനെ കണ്ടുകൊണ്ട് ചിലപ്പോൾ പള്ളി പോകുന്നവരുണ്ട്, പക്ഷെ അച്ഛനെ കണ്ടുകൊണ്ടല്ല പള്ളി പോകേണ്ടത്. അൾത്താരയിൽ ഇരിക്കുന്ന ഈശോനെ കണ്ടുകൊണ്ട് വേണം പള്ളിയിൽ പോകാൻ. ഈ ദേവാലയത്തിലെ ആ കൂദാശകളോടുള്ള സ്നേഹം നിമിത്തം വേണം പള്ളി പോകാൻ. ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു യൂത്ത് ഇപ്പോൾ ഏതെങ്കിലും ആ ഇടവകയിൽ നിന്ന് വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് പഠിക്കാൻ പോകുന്നു. അപ്പോൾ ആ യൂത്ത് വിശ്വാസപരമായിട്ട് ആത്മീയമായിട്ടൊരു പ്രതിസന്ധി നേരിടുമ്പോൾ ആ യൂത്തിനെ തുണയ്ക്കാൻ അന്ന് പെരുന്നാളിൽ കളിച്ച DJ ഡാൻസോ അല്ലെങ്കിൽ ഒരു വൈദികൻ ചിലപ്പോൾ ഒരു സിനിമാ സ്റ്റൈലിൽ കളിച്ച ഡാൻസോ ഒന്നും ആയിരിക്കില്ല ആത്മീയ പ്രതിസന്ധിയിൽ ആ യൂത്തിനെ സഹായിക്കാൻ വേണ്ടി തേടിയെത്തുക. ആ യൂത്തിനെ സഹായിക്കാൻ വേണ്ടി തേടിയെത്തുന്നത് ആ വൈദികൻ അൾത്താരയിൽ നിന്ന് ആത്മാഭിഷേകത്തോടെ പറഞ്ഞ ചില പ്രബോധനങ്ങളായിരിക്കും. അതാണ് ഇവിടെ സംഭവിക്കേണ്ടത്. നമ്മള് എന്താ പറയണേ, ഈ DJയും ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ നടത്തി ചിലപ്പം ആ പള്ളി എന്ന് പറയുന്ന ഭൗതികമായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് ആകർഷിക്കാൻ പറ്റും. പക്ഷെ അതിനുള്ളിലുള്ള ആ ഒരു സ്പിരിച്വൽ പവറിലേക്ക് ആകർഷിക്കുവാൻ പലപ്പോഴും നമുക്ക് പലർക്കും ഒരു വീഴ്ച അറിഞ്ഞോ അറിയാതെയോ പറ്റുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതെ ജോർജ്, അതുകൊണ്ട് ഞാൻ പറഞ്ഞ മറ്റു കാര്യം പറയണത്, നമ്മൾ ശരിക്കും ഒരു വ്യക്തിയെ ചെറുപ്പം മുതൽ തന്നെ നമുക്ക് വിശ്വാസത്തിൽ ഉറച്ചു നിർത്താൻ സാധിക്കുന്നത് ആ വ്യക്തിയെ യേശുവിലേക്ക് നയിക്കുമ്പോഴാണ്. അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നമ്മൾ കുടുംബമാണ് ശരിക്കും ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? ഓരോ ഇടവകളിലും ഓരോ വൈദികരും കടന്നു വന്നു കഴിയുമ്പോൾ അവർ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓരോരോ കുടുംബങ്ങളിലാണ്. ഉറപ്പായിട്ടും കുടുംബ പശ്ചാത്തലം കുട്ടികളുടെ വിശ്വാസത്തെ, അവരുടെ ആത്മീയ ജീവിതത്തെ, അവരുടെ പ്രാർത്ഥനയെ, അവരുടെ എല്ലാ അവസ്ഥകളെയും ശക്തമായി സ്വാധീനിക്കുന്നുണ്ട്. അപ്പം കുടുംബങ്ങളുടെ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞാൽ ഈ കുടുംബ സന്ദർശനം, ഫാമിലി വിസിറ്റ്, അവിടെ അതിനൊക്കെ വലിയ വലിയ പ്രാധാന്യമുണ്ട് ശരിക്കും. അപ്പൊ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രാർത്ഥനകൾ, ഇതിനൊക്കെ വലിയ വലിയ ഉറപ്പായിട്ടും ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കും. കുട്ടികളുടെ വിശ്വാസം മാറ്റിമറിക്കാൻ സാധിക്കും. അത് അവരെ ക്രിസ്തുവിലേക്ക് കൂടുതലായിട്ട് നയിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ശക്തമായ ആത്മീയ അടിത്തറ പകരാൻ വേണ്ടി സാധിക്കും. അല്ലാതെ രീതിയിലുള്ള ഉപരിപ്പുറം, ഞാൻ നമ്മൾ അത് പറയാതെ നമുക്ക് മനസ്സിലാക്കണം, ഉപരിപ്പുറമായി പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം വളരെ എന്നാ പറയുക ചുരുങ്ങിയ ആയുസേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആയുസ് ഇല്ലെന്ന് തന്നെ പറയാം. അവർക്ക് കാര്യമായിട്ടൊന്നും ലഭിക്കുന്നില്ല. നമുക്കറിയാം നമ്മുടെ ഈ ക്രൈസ്തവ ആത്മീയ എന്ന് പറയുന്നത് കുറെ എന്തെങ്കിലും കുറച്ചൊരു ഇമോഷണൽ ലെവലിലുള്ള ഒരിക്കലുമല്ല, ആഴമേറി നമുക്ക് കൊടുക്കാൻ പറ്റണം. അതിനുവേണ്ടി നമുക്ക് ചില തുടക്കത്തിൽ കുറെ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതല്ലാതെ അതിന് കളർ ഉണ്ടാകണം, അതും നമ്മൾ തുടർന്നു പോകുന്ന യാതൊരു കഥയല്ലേ പിടിക്കും. അതിനുശേഷം നമ്മൾ ആദ്യ പാഠങ്ങൾ കൊടുത്തതിന് ശേഷം അടുത്ത പാഠങ്ങളിൽ കട്ടിയുള്ള ആഹാരങ്ങളിലേക്ക് നമ്മൾ ഉറപ്പായിട്ടും കിടക്കണം. അവിടെയാണ് ഞാൻ മറ്റൊരു പോലോട് പറയാൻ, നമ്മുടെ കാറ്റഗറിസിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട വിശ്വാസബന്ധമായ കാര്യങ്ങളിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കള്, അതുപോലെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികള്, സഭാ നേതൃത്വം എല്ലാം ശ്രദ്ധിക്കേണ്ട മേഖലയാണ്. കുറെ നാളുകളെ നമ്മൾ ഈ കാറ്റഗറിസിനെ കുറിച്ച് നമ്മൾ പലപ്പോഴും പറഞ്ഞത്. പക്ഷെ എന്തുകൊണ്ടോ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിന് ചേർന്ന രീതിയിലുള്ള വിശ്വാസ പരിശീലനം നമുക്ക് നൽകാൻ സാധിക്കുന്നുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ട ഒരു മേഖലയാണ്. അതിൻ്റെ ഒരു കുറവുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസബന്ധമായ ചില ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ പകച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ കെണിയിൽ വീണു പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ചുള്ള ആഴമേറിയ അറിവില്ലാത്തത് മൂലം, അജ്ഞത മൂലം നമ്മുടെ വിശ്വാസബന്ധമായ കാര്യങ്ങളിൽ ഒരു ഒരു ലാഘവത്വം സ്വീകരിച്ച് അല്ലെങ്കിൽ തള്ളിക്കളയാൻ യാതൊരു മടിയുമില്ലാതെ ആ രീതിയിൽ വിശ്വാസ ത്യാഗം വരെ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, പലപ്പോഴും ജോജി പറഞ്ഞത് കറക്റ്റാണ്. ഈ കർത്താവിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചൂണ്ട് പലകകളായിട്ട് പല ടെക്നിക്സും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്, ആ ചൂണ്ട് പലകളിൽ പലരും സ്റ്റക്കായിട്ട് നിൽക്കുക. ആ ചൂണ്ട് പലക എങ്ങോട്ടാണോ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പലർക്കും സാധിക്കുന്നില്ല എന്നത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ഇത്തരത്തിലുള്ള ഒരു ആത്മീയ അടിത്തറയില്ലാത്ത ഇത്തരം ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ വിധക്കാരന്റെ ഒക്കെ ഒരു ഉപമ എന്റെ മനസ്സിലേക്ക് വരുന്നത്. ചിലപ്പോ ആദ്യത്തെ ഒരു 1-2 ദിവസമൊക്കെ ഇതുണ്ടാവും, പക്ഷെ അതിലൊരു ബേസ് ഉണ്ടാവത്തില്ല, ഒരു ആഴത്തിൽ അത് വേരൂന്നിയിട്ടുണ്ടാവില്ല. അതാണ് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്. 1-2 ദിവസത്തേക്കുള്ള ഒരു സ്പിരിച്വൽ ലൈഫ് ആയിരിക്കരുത് ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു അൽവിശ്വാസിയോ ലക്ഷ്യം കാണേണ്ടത്. ആ വ്യക്തിയുടെ ആത്മാവിന്റെ രക്ഷയാണ് ആ ഒരു വൈദികൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി ലക്ഷ്യം കാണേണ്ടത്. അല്ലെങ്കിൽ തനിക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന അജഗണത്തിന്റെ ആത്മീയ രക്ഷ, അത് മുന്നിൽ കണ്ടുകൊണ്ട് വേണം ഇവരെ ഇടവകയിലേക്ക് ആകർഷിക്കേണ്ട കാര്യങ്ങൾ, ദേവാലയത്തിലേക്ക് ആകർഷിക്കേണ്ട കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുവാൻ. അതിൽ പലപ്പോഴും എല്ലാവർക്കും അല്ല കേട്ടോ, നമ്മളൊരു വിമർശനം എന്നുള്ള രീതിയിൽ, പക്ഷെ പലപ്പോഴും പലർക്കും എന്താ പറയുക ചെറിയ ചെറിയ ഒരു തെറ്റുകളൊക്കെ പറ്റുന്നുണ്ട്. അത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചൊരു വാക്ക് വളരെ പ്രസക്തമാണ്. ഗുണത്തെക്കാളേറെ പലപ്പോഴും ഒരു ദോഷം ചെയ്യുന്ന ഒരു അവസ്ഥ. നമ്മൾ കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്, നമ്മൾ ഈ ലോകത്തിൻ്റെതായിട്ടുള്ള ഇമ്പങ്ങളുടെ ഒരു മഹത്വം കാട്ടിയിട്ടായിരിക്കരുത് മഹത്വത്തിന് സാന്നിധ്യമായിട്ടുള്ള കർത്താവിന്റെ മഹത്വത്തിലേക്ക് അവരെ നയിക്കേണ്ടത്. കർത്താവിന്റെ മഹത്വം തന്നെ
തന്നെ കാട്ടിയിട്ട് വേണം കർത്താവിലേക്ക് അവരെ നയിക്കുവാൻ. അതിന് തീർച്ചയായിട്ടും അതിനർത്ഥം എന്ന് പറയുന്നത് നമ്മൾ അടങ്ങി ഒതുങ്ങി ഇങ്ങനെ മിണ്ടാതെ ഒരു ആ ഒരു ശൈലിയിൽ നിൽക്കണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ന്യൂജൻ ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്യണം. നമുക്കറിയാം കാർലോ ആക്വിന്റസ് എത്ര മനോഹരമായിട്ട് ന്യൂജൻ ടെക്നിക്സ് പരിശുദ്ധാത്മാഭിഷേകത്തിൽ യൂസ് ചെയ്തു. എത്രയോ വൈദികര് മനോഹരമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ അനന്ത സാധ്യതയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ലോകത്തിന്റെ വ്യക്തികൾക്ക് അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാൻ ഈ സാമൂഹ്യ മാധ്യമങ്ങൾ അവരെത്രയോ മനോഹരമായിട്ട് അതിനേക്കാളൊക്കെ 10 മടങ്ങ് ഇതൊക്കെ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഇതൊക്കെ സൃഷ്ടിക്കാൻ ജ്ഞാനം കൊടുത്ത പരിശുദ്ധാത്മാവല്ലേ സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത്. അപ്പൊ ആത്മാവിന്റെ ഒരു അഭിഷേകം സ്വീകരിച്ച് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ ടെക്നിക്സിലൂടെ ഒപ്പം തന്നെ നമുക്ക് ഈ കൊറിയോഗ്രാഫി, നമ്മൾ ഈ ഡാൻസും പാട്ടും ഒന്നും മോശമാണെന്ന് ഒരിക്കലും പറയുന്നില്ല. എത്രയോ മനോഹരമാണ്. നേരത്തെ പറഞ്ഞു ജിസ് യൂത്ത് പോലുള്ള സംഘടനകളൊക്കെ എത്രയോ മനോഹരമായിട്ട് കൊറിയോഗ്രഫി കർത്താവിന്റെ മഹത്വത്തിനായിട്ട് അനേകരെ ഈശോയിലേക്ക് ആകർഷിക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷേ അതിനകത്തൊരു പിശാചിന്റെ ഒരു കരം അതിൻ്റെ അകത്ത് വരരുത്. ലോകത്തിൻ്റെതായിട്ടുള്ള ഒരു എലമെന്റ് കളർ അതിൻ്റെ അകത്ത് വരരുത്. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പള്ളി എന്ന് പറയുന്ന ഒരു കെട്ടിടത്തിലേക്കല്ല അവരെ ആകർഷിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈദികനിലേക്കല്ല അവർ ആകർഷിക്കപ്പെടേണ്ടത്. അവരാകർഷിക്കപ്പെടേണ്ടത് രാജാതിരാജനായിട്ടുള്ള കർത്താവിലേക്കാണ് അവർ ആകർഷിക്കപ്പെടേണ്ടത്. ആ ഒരു കാര്യം ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. ജോർജി, അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമുക്കറിയാം ഈ ലോകം വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും. അപ്പൊ ശരിക്കും നമ്മൾ വിശ്വാസസംബന്ധമായ കാര്യങ്ങളിൽ ഒരു ശരിയായ അടിത്തറ, വളരെ കൃത്യമായ ഒരു അടിത്തറ കൊടുക്കാതെ നമ്മുടെ മക്കളെ നമ്മുടെ ഈ ലോകത്തിലേക്ക് പല മേഖലകളിൽ പറഞ്ഞയച്ചാൽ അവർക്കെതിരെ ഉണ്ടാകുന്ന പോരാട്ടങ്ങളെ, ശത്രുവിന്റെ പോരാട്ടം, തിന്മയുടെ പോരാട്ടം, ചില പ്രത്യയശാസ്ത്രങ്ങളുടെ പോരാട്ടം, അല്ലെങ്കിൽ സഭാവിരുദ്ധ സംഘടനകളുടെ പോരാട്ടത്തിനോട് ചെറുത്ത് നിൽക്കാൻ അവരെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. അപ്പൊ അവർ നിസ്സാരമായി വീണു പോവുകയാണ്, അവർ പ്രലോഭിതരാകുകയാണ്, അവർ പരാജയപ്പെട്ടു പോവുകയാണ്, അവർ മുറിവേൽപ്പിക്കപ്പെടുകയാണ്, അവർ പലപ്പോഴും അവഹേളിക്കപ്പെടുകയാണ്. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഫലം എന്താണ്? വിശ്വാസത്യാഗം ഉണ്ടാകുന്നത്. അപ്പൊ അത് നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് അവരെ കൈ കിട്ടുന്ന സമയത്ത്, ഞാൻ വീണ്ടും പറയാണ്, അവരുടെ വിശ്വാസ പരിശീലന കാലഘട്ട സമയത്ത് ശരിക്കും നമ്മൾ അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് എല്ലാ രീതിയിലുള്ള എന്താ പറയുക വിശ്വാസസംബന്ധമായ ആ സമ്പത്ത് കൊണ്ട് നിറച്ച് ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച്, ഇതിൻ്റെ സവിശേഷതയെക്കുറിച്ച്, ഇതിൻ്റെ മനോഹാരികതയെക്കുറിച്ച്, ഇതിൻ്റെ റിച്ചായി കണ്ടന്റിനെ കുറിച്ച്, ഇതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കൊടുത്ത് ബോധവൽക്കരിക്കണം. ഞാൻ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇന്ന് പലരുടെയും ചിന്ത എന്നറിയാമോ, ഈ യുവജനങ്ങളോട് നമ്മൾ ക്രിസ്തുവിനെ കുറിച്ചും ക്രിസ്തുവിൻ്റെ പഠനങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞാൽ അതൊക്കെ അവർ സ്വീകരിക്കുകയല്ല. അത്രമാത്രം ഒന്നും എന്നാ പറയുക വിലയുള്ളതല്ല, അത്രമാത്രം ഏറ്റവും വലിയ അതന്നെ ചിന്തയാണ്. അത് ഞാൻ പറഞ്ഞു ജോർജ്, അത്രമാത്രം മഹത്വമാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ജോർജ്, ആരും പറഞ്ഞില്ല. ഇപ്പം ജോർജ് പറഞ്ഞു കാർലോ ആക്വിന്റസ് പോലുള്ള യുവക്കളെ ആകർഷിച്ച ആ സെയിന്റ് എല്ലാം മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ പഠനവും നമ്മുടെ കർത്താവിൻ്റെ പ്രബോധനങ്ങൾ, നമ്മുടെ കർത്താവ് തന്നെ പ്രബോധനം പഠനമൊക്കെ വിടാൻ പോയി, നമ്മുടെ കർത്താവ് തന്നെ ഇതിന് ഇന്നത്തെ യുവജനങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കുവാന്, അവരുടെ ഹൃദയങ്ങളിൽ രാജാവായിട്ട് ഇരിക്കുവാന് ശക്തനായ അല്ലെങ്കിൽ എന്തുകൊണ്ടും യോഗ്യനായ ഒരു ദൈവമാണ് അല്ലേ ശരിക്കും അല്ലേ? അപ്പൊ നമുക്ക് അപ്പം ഞാൻ ഉറപ്പ് പറയുന്നത് ശരിയായ രീതിയിൽ ക്രിസ്തുവിനെ കൊടുക്കേണ്ട രീതിയിൽ കൊടുത്താൽ ഇന്നും യുവജനങ്ങൾ ഇളം പാലിനായി കുഞ്ഞുങ്ങൾ ദാഹിക്കുന്ന പോലെ അവർ കടന്നു വരും. അവർ കർത്താവിനെ സ്വീകരിക്കും. കർത്താവ് അവരുടെ ഹൃദയങ്ങളെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു കാര്യം മാത്രം ചെയ്യാം, നമ്മൾ ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കർത്താവിലേക്ക് നയിച്ചാൽ മതി. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നയിച്ചതിന് ശേഷം അതിലൂടെ കർത്താവിലേക്ക് കൊണ്ടുവച്ച് നടക്കുക. അപ്പൊ അതാ പരാജയം. അപ്പൊ ഇന്ന് ലോകം പറഞ്ഞു നോക്കുന്ന ഒരു വലിയ കാര്യം, അല്ലെങ്കിൽ സഭാശതകൾ പറഞ്ഞു നോക്കുന്ന വലിയ കാര്യം, ഇന്നത്തെ യുവജനങ്ങളൊന്നും ഇങ്ങനൊന്നും പറഞ്ഞാലൊന്നും പറ്റിയല്ല. അത് ബോറം പരിപാടിയാണ്, അതൊക്കെ പഴഞ്ചൻ പരിപാടിയാണ്. അതാണ് ഏറ്റവും വലിയ ഈ ഒരു അപജയത്തിന്റെ ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത്. അതാണ് ഈ പ്രബോധനം കൊടുക്കേണ്ടവർ തന്നെ തങ്ങൾ കൊടുക്കുന്ന പ്രബോധനം ബോറാണ് എന്നൊരു ചിന്ത പലരുടെയും മനസ്സിനെ നയിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു അപജയത്തിന്റെ കാരണം. പിന്നെ അവർ ഇത്തരത്തിലുള്ള പല എന്താ പറയണ ഒരു അടിച്ചുപൊളി ഗിമിക്കുകളും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്തിട്ട് ആകർഷിക്കും. പക്ഷെ അതൊക്കെ എന്താ പറയണ, നമ്മള് ഒരു ഉദാഹരണം പറയില്ലേ, ഈ വെയിലത്ത് മുളച്ചു വന്ന അല്ലെങ്കിൽ പുതുമഴയിൽ മുളച്ചു വന്ന പഴഞ്ചൊല്ലുണ്ടല്ലോ, അത് അല്പായുസ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം, അതിനപ്പുറത്തേക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനിലേക്ക് പലപ്പോഴും അത് നയിക്കപ്പെടുന്നില്ല എന്നത് തന്നെയാണ് ദുഃഖകരമായിട്ടുള്ള യാഥാർത്ഥ്യം. ജോജി നേരത്തെ പറഞ്ഞതുപോലെ ഈ ഫ്രീമേസൺ ചിന്താഗതികളൊക്കെ അവരൊക്കെ ഇടുന്ന മനസ്സിലേക്കൊക്കെ ഇട്ടുന്നാലെ സഭയിലേക്ക് കുത്തിവെക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ആശയമാണ്. അതായത് ഈ പൗരോഹിത്യ ഗണവും വിശ്വാസികളും തമ്മിലൊരു വേർതിരിവില്ല, അവർക്ക് തമ്മിൽ വേർതിരിവ്. അതായത് പുരോഹിതരുടെ ഡ്യൂട്ടി എന്നത് അവരെ വ്യത്യസ്തരാക്കേണ്ട വിശുദ്ധ കുർബാന അർപ്പണം മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഇവരെല്ലാവരും ഒന്നാണ്. അത് വലിയൊരു അപകടകരമായിട്ടുള്ള ചിന്തയല്ലേ ജോർജ്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം വെച്ചാൽ കത്തോലിക്ക സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കത്തോലിക്ക സഭയുടെ ഒരു പ്രത്യേകതയാണ് പൗരോഹിത്യം. എന്താണ് ആ പൗരോഹിത്യത്തിന് പ്രത്യേകത? അത് ബ്രഹ്മചര്യമുണ്ട്, അതിൽ അനുസരണമുണ്ട്, അതിലെല്ലാം ഉണ്ട് ശരിക്കും. അപ്പം അത് അതൊരു ശക്തിയാണ് ശരിക്കും. നമ്മുടെ ആദ്യകാല സഭയുടെ ഒരു ശക്തിക്കും സഭയുടെ വളർച്ചയ്ക്കും സഭയുടെ വലിയൊരു നന്മയ്ക്കും എല്ലാം കാരണം ഈ ഒരു പൗരോഹിത്യത്തിൻ്റെ ആ ഒരു ശക്തിയായിരുന്നു. നമ്മൾ ഈ കാലഘട്ടങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഇതിന് ഈ പുരോഹിതർക്ക് തന്നെ
വ്യത്യസ്തങ്ങളായ കാണാം. അതിനെക്കുറിച്ച് ജോർജ് പറഞ്ഞ നമ്മൾ വീണ്ടും പറയുകയാണ്, ഫ്രീമേസിന്റെ ഒരു വലിയൊരു അജണ്ടയാണ് ശരിക്കത്. പക്ഷെ പുരോഹിതർക്ക് തങ്ങളൊരു വ്യത്യസ്തരല്ല, തങ്ങൾ ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേരാൻ വേണ്ടിയുള്ള എന്ത് വേണ്ടി ചെയ്യാം, ജനങ്ങളായിട്ട് ഇൻവോൾവ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ ഇടയ സന്ദർശനമൊക്കെ വളരെ ആവശ്യമാണ്. കാരണം കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ഇടയിൽ ആടിന്റെ മണമുള്ള ഇടയൻ, പക്ഷെ ആടിന്റെ മണം ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയല്ല. അതെ. അപ്പൊ ഈ രീതിയിലുള്ള അവസ്ഥകളോട് കടന്നു പോയി കഴിയുമ്പോൾ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഒരു വലിയൊരു മൂല്യച്യുതി സംഭവിക്കുന്നത്. ശരിക്കും നമ്മളൊരിക്കലും ചിന്തിക്കില്ല, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഇപ്പോഴത്തെ മീഡിയകൾ അല്ലെങ്കിൽ റീൽസ് ആയാലും ഇൻസ്റ്റാഗ്രാം ഒക്കെ ആണെങ്കിലും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾക്ക് വലിയ ഹൈപ്പ് കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും പോസിറ്റീവ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കർത്താവിന്റെ കയ്യിൽ കിട്ടുന്നില്ല. പോസിറ്റീവ് നമ്മളെ സാധിക്കില്ല. കാരണം എന്താ വെച്ചാൽ പിശാചിന്, ഞാൻ പറയാം, പിശാചിന് ശരിക്കറിയാം എവിടെ അടിച്ചാൽ അല്ലെങ്കിൽ എവിടെ തളർത്തിയാൽ സഭ തളരുമെന്ന് വളരെ വ്യക്തമായി അറിയാം, എവിടെ തളർത്തിയാൽ വിശ്വാസം തളരുമെന്ന് അറിയാം. ശരിക്കൊരു പുരോഹിതൻ തളർന്നാൽ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ വീണാൽ അവിടെ സംഭവിക്കുന്ന ഒരു വലിയ വീഴ്ചയാണിത്. അത് വിശ്വാസ സമൂഹത്തെ വല്ലാതെ സ്വാധീനിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊക്കെ മെല്ലെ മെല്ലെ ഉള്ള ഒരു നുഴഞ്ഞുകയറ്റമാണ്. എന്താണത്? ആ നുഴഞ്ഞുകയറ്റം നമ്മുടെ ശക്തികേന്ദ്രത്തിലേക്കാണ്. നമ്മുടെ ആത്മീയമായ ശക്തിയാണ് പിശാചിന്റെ ലക്ഷ്യം. ഇത് നമുക്ക് ഉറപ്പായിട്ട് തിരിച്ചറിയണം. നമുക്ക് നമ്മുടെ ആ ഒരു പൗരോഹിത്യത്തിന്റെ ആ ഒരു അനന്യത, പൗരോഹിത്യത്തിന്റെ ആ ഒരു മഹനീയത, അതിന്റെ പരിശുദ്ധിയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ എല്ലാ മേഖലകളിലും, അത് സംസാരത്തിലായിക്കോട്ടെ, വേഷവിധാനങ്ങളിലായിക്കോട്ടെ, തങ്ങളുടെ ഇടപെടലുകളിലായിക്കോട്ടെ, തങ്ങളുടെ എല്ലാ ജീവിതത്തിനും മൊത്തം സ്റ്റൈലും അത് സൂക്ഷിക്കാനുള്ളൊരു വലിയ പ്രത്യേകമായ പരിശ്രമം വേണം, ശ്രദ്ധ വേണം. ഇല്ലെങ്കിൽ ഒരു വലിയൊരു തകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കറക്റ്റാണ്. കഴിഞ്ഞ ദിവസം കൽറങ്ങാട്ട് പിതാവിന്റെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള ഒരു പ്രസംഗം കേൾക്കാനിടയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു, എന്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്, അദ്ദേഹം അഭിസംബോധന ചെയ്തത് നവവൈദികരായിട്ടുള്ള മാതാപിതാക്കളെയാണ് അഭിസംബോധന ചെയ്തിട്ടുള്ള ഒരു പ്രസംഗമാണ്. അപ്പൊ അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പൗരോഹിത്യ വേഷത്തിന്റെ ലോഹയുടെ ഒരു മഹത്വം, പ്യൂരിറ്റി എന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ സത്യമായിട്ടുള്ള ഡയലോഗ് ഉണ്ട്. നിങ്ങളുടെ മക്കൾ വലിയൊരു സിനിമാ നടനെ പോലെ ഒരു ജീൻസും ഷർട്ടും ഒക്കെ ഇട്ടുകൊണ്ട് വീട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചോദിക്കണം, മാതാപിതാക്കൾ ചോദിക്കണം, അന്ന് മെത്രാൻ തന്ന ആ ഒരു നിങ്ങളുടെ വസ്ത്രം എവിടെ, ലോഹ എവിടെ? അപ്പൊ ലോഹയിലായിരിക്കേണ്ടത് ഒരു പ്രാധാന്യത, അതിന്റെ ഒരു മഹത്വം, അതിന്റെ ഒരു അനന്യത അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ യൂട്യൂബിലുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളും അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി നൈമിഷികങ്ങളായിട്ടുള്ള ക്രിസ്തുവിന്റെ മഹത്വത്തോടു പോലും നമുക്ക് തുലനം ചെയ്യാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ 7 എഴുത്തോനും വരാത്ത ചില കാര്യങ്ങൾ ഉപയോഗിച്ച് ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ മാത്രമാണ് ജനങ്ങൾ ആകർഷിക്കുകയുള്ളൂ എന്ന ചില തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ചിന്തകൾ പലരുടെയും മനസ്സിൽ വന്നു കൂടിയിട്ടുണ്ട്. പക്ഷെ അത് തീർച്ചയായിട്ടും അത് സഭയുടെ നാശത്തിലേക്കായിരിക്കും. അത് ആത്യന്തികമായിട്ടുള്ള സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സഭാ സമൂഹത്തെ, സഭാ മക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുക, നിത്യജീവനിലേക്ക് ആനയിക്കുക. പക്ഷെ ഇത്തരം കാട്ടിക്കൂട്ടലുകൾ, ഇത്തരം ഗിമിക്കുകൾ അത് അറിഞ്ഞുകൊണ്ട് പലപ്പോഴും സംഭവിക്കുന്നതായിരിക്കില്ല. കാരണം എങ്ങനെയും വിശ്വാസികൾ ദേവാലയത്തിൽ ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. എല്ലാവരും ഉദ്ദേശിച്ചുമല്ല നമ്മളിത് പറയുന്നത്. പരിത്യാഗത്തോടുകൂടി, ത്യാഗത്തോടുകൂടി ഇടവക ജനത്തിന് വേണ്ടി വളരെ സ്പിരിച്വൽ പവറോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് ഭൂരിഭാഗം വൈദികർ. പക്ഷെ ചിലരുടെയെങ്കിലും ഉള്ളിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ആശയങ്ങൾ, ചിന്തകൾ വന്നതുകൊണ്ട് പല അപജയങ്ങളും പല പ്രശ്നങ്ങളും അല്ലെ നമ്മുടെ പല ഇടവകളിലും വിശ്വാസി സമൂഹത്തിലും സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കൽ പോലും സത്യവിശ്വാസം അതൊരിക്കലും അറുബോറനല്ല. സഭാ പ്രബോധനങ്ങൾ അറുബോറൻ. അത് 2000 വർഷം കഴിഞ്ഞിട്ടെ, ഇനിയൊരു 2000 വർഷം കഴിഞ്ഞാലും ആദിമ സഭയിൽ നിന്ന് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട ആ ഒരു വിശ്വാസത്തിന്റെ മൂല്യം, അതിന്റെ ഒരു മനോഹരത, അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതിനൊരിക്കലും ഒരു കോട്ടം സംഭവിക്കുകയില്ല. അതൊരു അറുബോറൻ പരിപാടിയല്ല. ക്രിസ്തുവിനെ കൊടുത്തുകൊണ്ട് വേണം ദേവാലയത്തിലേക്കും സക്രാരിയിലേക്കും ഒക്കെ വിശ്വാസികളെ ആകർഷിക്കുവാൻ. അതിനുള്ള ഒരു ജാഗ്രത, അതിനുള്ള ഒരു വിവേകം അല്ലെ നമ്മുടെ സഭാ സമൂഹത്തിനും നമ്മൾക്ക് നേതൃത്വം നൽകുന്ന സഭാ അധികാരികൾക്കും ഒക്കെ ഉണ്ടാവട്ടെ. ഒപ്പം തന്നെ അൽമായർക്കും ഒക്കെ ഉണ്ടാകട്ടെ. വിശ്വാസ ക്ഷയമൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതിനെ മറികടക്കേണ്ടത് ലോകത്തിന്റെ ഗിമിക്കുകൾ കാട്ടിയിട്ടോ ലോകത്തിൻ്റെതായിട്ടുള്ള സിനിമാ സ്റ്റൈലിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടോ അല്ല. കൃത്യമായിട്ടും സഭയുടെ പ്രബോധനത്തിന്റെ അനന്യത, ക്രൈസ്തവ വിശ്വാസത്തിന്റെ അനന്യത, അതിന്റെ ഒരു മഹത്വം അത് ജനങ്ങളിലേക്ക് മനസ്സിലാക്കി കൊടുക്കുക. ആത്മീയമായിട്ടുള്ള ഒരു അഭിഷേകത്തോടു കൂടി തന്നെ, പരിത്യാഗത്തോടു കൂടി തന്നെ ഒരു വൈദികൻ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക്, അത്തരത്തിലുള്ള ഒരു ശുശ്രൂഷയിലേക്കൊക്കെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്വർഗം അതിന് പ്രതിഫലം നൽകും. പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ ആയുധം, പരിത്യാഗമായിരിക്കട്ടെ നമ്മുടെ മാർഗം എന്ന ഒരു വ്യക്തമായിട്ടുള്ള ഒരു ആശയം പങ്കുവെച്ചുകൊണ്ട് സത്യവിശ്വാസം എന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി. പ്രൈസ് ഗോഡ്.